പുതുക്കി അവതരിപ്പിച്ച മെസ്സഞ്ചർ ഇനി മുതൽ വീഡിയോ കോളിൽ 50 പേരെ ഉൾപ്പെടുത്താൻ സാധിക്കും. കോവിഡ് ഭീതിയിൽ ലോക്ക്ഡൗണിലായ ലോകത്തെ സൗഹൃദ ജാലകങ്ങൾ വീഡിയോ കോളിംഗ് ആപ്പുകളിലാണ് ഇപ്പോൾ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നത്. ഈ മേഖലയിൽ ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ആധിപത്യം തകർത്തുകൊണ്ട് സൂം ആപ്പ് കൂടുതൽ അംഗങ്ങളെ വീഡിയോ കോളിംഗ് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനെ മറികടക്കാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പ് 8 പേരെ ഗ്രൂപ്പ് വീഡിയോ കോളിൽ ആഡ് ചെയ്യാനുള്ള ഫീച്ചർ കൊണ്ടുവന്നിരുന്നു. ഇതാ ഇപ്പോൾ മെസ്സഞ്ചർ 50 പേരെ ഗ്രൂപ്പ് വീഡിയോ കോളിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ 360 ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടുകളും മെസ്സഞ്ചർ റൂമിൽ അവതരിപ്പിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായ സുഹൃത്തുക്കളും മറ്റും റൂം ക്രിയേറ്റ് ചെയ്താൽ അക്കാര്യം നിങ്ങളുടെ ന്യൂസ് ഫീൽഡിൽ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവർക്കും മെസ്സഞ്ചർ ഉപയോഗിക്കുന്നവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്ത് വീഡിയോ കോളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം പീപ്പിൾ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് റൂം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണാൻ സാധിക്കും നമ്മളെ വീഡിയോ കോളിൽ ഉൾപ്പെടുക. ഷെയർ ലിങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ലിങ്ക് ഷെയർ ചെയ്ത 50 വ്യക്തികളെ വീഡിയോ കോളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഈ ലിങ്കുകൾ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. മെസ്സേജായിട്ടോ മെസ്സഞ്ചർ വഴിയോ മറ്റ് സേവനങ്ങൾ വഴിയോ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് നിയമങ്ങൾ ഗ്രൂപ്പ് വീഡിയോ കോളിൽ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ഇതിൽ ഉണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തവരെ റൂമിൽ കാണാൻ സാധിക്കുകയില്ല. എടുത്തു പറയേണ്ട കാര്യം, ഗ്രൂപ്പ് വീഡിയോ കോളുകൾ ഫേസ്ബുക്ക് കാണുകയോ കേൾക്കുകയോ ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്.